കളികൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ കൂട്ടുകാരി? പഠിയെ ഖേൽ സന്ധ്യ. മിൽക്കർ പഠിയെ ഗേൽ സന്ധ്യ. നമുക്ക് എല്ലാവർക്കും കൂടി പഠിക്കാതെ പറയാണ്. എന്താണ് ഗേൽ സന്ധ്യ എന്നാണ് ഈ പോയത്തിൻ്റെ പേര് അല്ലേ? അതിൻ്റെ ശീർഷകം ഗേൽ സന്ധ്യ എന്ന് വെച്ചാൽ എന്താണ്? ഖേൽ എന്ന് വെച്ചാൽ എന്താ? കളിയാണ്. ഏത് സമയത്തുള്ള കളിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്? സന്ധ്യാസമയത്ത്. സന്ധ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല, ഉച്ച തിന്നു കഴിഞ്ഞാൽ ചൂട് കുറവായിരിക്കും അല്ലേ? സന്ധ്യക്ക് കളിക്കാൻ സുഖമാണല്ലേ കുട്ടികൾക്ക്? അങ്ങനെയുള്ള കുറച്ച് കളികളെ കുറിച്ചിട്ടാണ് ഈ കവിതയിലും പറയുന്നത്. ഗേൽ സന്ധ്യ, സന്ധ്യാസമയത്തുള്ള കളി എന്നാണ് പറയുന്നത്. സന്ധ്യാക്കോ ഹം ഗേൽനെ ജാത്തെ മിത്രോं संग आनंद मनाते, कभी दौड़ना और उछलना, कभी गेंद के गेल खेलना, कभी कबड्डी खो खो खेले, गुट्टे आंग मिचोनी खेले, गिल्ली डंडा सबको बाता, सतोलिया भी मसा दिलाता, या फिर पेड़ों पर जा चढ़ना, या हंस हंस के बातें करना, जब अंधेरा होने लगता सबको कुछ डर लगने लगता, तब हम घर को वापस आते, कल खेलेंगे कह जाते. അല്ല, അങ്ങനെയാണ് കവിതയിൽ പറയുന്നത് അല്ലേ? എന്തൊക്കെയാ പറയുന്നത്? സന്ധ്യാക്കോ ഹം ഗേൽനെ ജാത്തെ, സന്ധ്യാസമയമാകുമ്പോൾ നമ്മൾ കളിക്കാൻ പോകും, ഞങ്ങൾ കളിക്കാൻ പോകുമെന്ന് പറയാണ്. ഹം എന്ന് വെച്ചാൽ എന്താ? ഞങ്ങൾ, നമ്മൾ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. സന്ധ്യ ആകുമ്പോൾ നമുക്ക് കളിക്കാൻ പോവാന്ന് പറയാണ്. മിത്രോ സംഗ് ആനന്ദ് മനാത്തെ, ആരുടെ കൂടിയാണ് കുട്ടികൾ കളിക്കുന്നത്? കൂട്ടുകാരോടൊപ്പം അല്ലേ? കൂട്ടുകാരോടൊപ്പം ആനന്ദം കൊണ്ടാടാന്ന് പറയാണ്. ആനന്ദിക്കാന്ന് പറയാം, സന്തോഷിക്കാന്നല്ലേ? കളിക്കുന്നത് എന്തിനാണ്? സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ? ആനന്ദ് മനാത്തെ. ഖബി ദൗഡ്ന ഓർ ഉച്ചൽന, ഏതൊക്കെ കളികളെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഖബി ചില സമയത്ത് എന്താണ്? ദൗഡ്ന, ദൗഡ്ന വെച്ചാൽ എന്താ? ഓടി കളിക്കുന്നത്, ഓടുന്നത് കേട്ടാ. ഓർ ഉച്ചൽന, ഉച്ചൽന എന്താണ്? തുള്ളിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കൂലേ കുട്ടികള്? ഖബി ഗേന്ദ് കെ ഖേൽ ഖേൽന, ഗേന്ദ് എന്താണ്? ഗേന്ദ് നമ്മളെ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു അല്ലേ? ഗേന്ദ് എന്താ? ബോൾ അല്ലേ? ക്രിക്കറ്റിൽ ഉള്ളതിനെ കുറിച്ചിട്ട് അതിൽ പഠിച്ചില്ല, ഔട്ടില് പഠിച്ചു അല്ലേ? ബാറ്റും ബോളും പഠിച്ചു അല്ലേ? ഗേന്ദ് എന്താണ്? ബോളാണ് കേട്ടാ. ബോൾ കൊണ്ട് കളിക്കാന്ന് പറയാണ്. കബി കബഡി ഖോ ഖോ കേല്, ചില സമയത്ത് എന്താണ്? കബഡി കളിക്കാന്ന് പറയാണ്. കബഡി കളി കണ്ടണ്ടാ? കബഡി കബഡി എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ കളിക്കും അല്ലേ? പണ്ട് മുതലുള്ളൊരു കളിയാണല്ലേ. പിന്നെന്താണ്? ഖോ ഖോ, ഖോ ഖോയും അതുപോലെ ഉള്ള ഒരു കളിയാണ് ഖോ ഖോ. എന്താണ്? ഗുട്ടെ, ഗുട്ടെ എന്ത് കളിയാണ്? കല്ല് കളിക്കുന്നതാണ് അല്ലേ? ഇന്നത്തെ കാലത്തൊക്കെ കല്ല് കളി കുറവാണല്ലേ. ഗുട്ടെ എന്താണ്? കല്ല് കളിക്കുന്നതാണ്. ആങ് മിച്ചോനി ഗേല്, ആങ് മിച്ചോനി എന്താണ്? കണ്ണ് പൊത്തിയിട്ടൊക്കെ കളിക്കുന്നത് കണ്ടോ? ആ പിക്ചറിൽ കാണുന്നുണ്ടല്ലേ കുട്ടികള്? ഷോള് കൊണ്ട് കണ്ണ് കെട്ടിയിട്ട് കളിക്കുന്നത് അല്ലേ? കണ്ണാരം പൊത്തി പൊത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കളിക്കൂല്ലോ. ഇതൊക്കെ പഴയ കളികളാണല്ലേ ഇതിൽ പറയുന്നത്. ഗില്ലി ഡണ്ട സബ്കോ ബാത്ത, ഗില്ലി ഡണ്ട എന്താണ്? ഗില്ലി ഡണ്ട സബ്കോ ബാത്ത, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. ബാത്ത എന്ന് വെച്ചാൽ എന്താ? ഇഷ്ടം തോന്നുന്നതാന്ന് പറയാണ്. ഗില്ലി ഡണ്ട എന്താണ്? കുട്ടി കോലും കളിക്കുന്നതാണ്. അതും കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ കണ്ടു അല്ലേ? ആങ്മിച്ചോനൊക്കെ അതിൽ കണ്ടതാണല്ലേ. സത്തോലിയ ബി മസാദിലാത്ത, സത്തോലിയ എന്താണ്? ഏത് കളിയാണ്? കല്ലുകൊണ്ടുള്ള മറ്റൊരു കളിയാണ്. 7 കല്ലൊക്കെ വെച്ചിട്ട് ആ ബോൾ കൊണ്ട് അതിലേക്ക് എറിഞ്ഞിട്ടുള്ള ഒരു കളിയാണ്. അതും എല്ലാവർക്കും ഇഷ്ടം തോന്നുന്നതാണ്, ലഹരി പിടിപ്പിക്കുന്നതാണെന്നാണ്. മസാദിലാത്ത എന്നുള്ള അർത്ഥമാണ്, എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നതാണ്. യാ ഫിർ പേടോം പർ ജാ ചഡ്ന, പിന്നെന്താണ്? മരത്തിന്റെ മുകളിൽ കയറി കളിക്കുന്നത് അല്ലേ? ആ പിക്ചറിൽ കണ്ടോ? ആ കളികളൊക്കെ അതിൽ കാണുന്നുണ്ട്. ഇത് കണ്ടോ? ബോൾ കളിക്കുന്നത്, മരത്തിന്റെ മുകളിൽ കയറി കളിക്കുന്നത് അല്ലേ? കുട്ടിയും കോലും കളിക്കുന്നത് കാണുന്നുണ്ട്. പിന്നെന്താണ്? കണ്ണ് പൊത്തി കളിക്കുന്നത് അല്ലേ? ഷോൾ കൊണ്ട് കെട്ടിയിട്ട് കളിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ മരത്തിന്റെ മുകളിൽ കയറുന്നത്. പിന്നെന്താണ്? യാ ഹസ് ഹസ് കി ബാത്തേം കർന, ചിരിച്ച് സംസാരിക്കുന്നത് അല്ലേ? കൂട്ടുകാരോടൊപ്പം ചിരിച്ച് കളിച്ച് നടക്കാനും സംസാരിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലേ. പിന്നെന്താണ്? ജബ് അന്തേര ഹോനെ ലഗ്ത, അന്തേര ഹോനെ ലഗ്ത എന്താണ്? ഇരുട്ടാവാനായിട്ട് തുടങ്ങി അല്ലേ? സന്ധ്യാസമയത്തല്ലേ കളിക്കാൻ പോയത്? അപ്പോൾ രാത്രി ആവാറായി, ഇരുട്ടായി തുടങ്ങി. സബ്കോ കുച്ച് ഡർ ലഗ്നെ ലഗ്ത, എല്ലാവർക്കും പേടിയായി തുടങ്ങി അല്ല? ഇരുട്ടാവുമ്പോൾ കുട്ടികൾക്കൊക്കെ പേടി ഉണ്ടാവില്ലേ? തബ് ഹം ഗർക്കോ വാപ്പസ് ആത്തെ, അപ്പം എന്ത് ചെയ്യും? രാത്രിയാകുമ്പോൾ ഇരുട്ടാകുമ്പോൾ എന്താ ചെയ്യുക? കുട്ടികൾ കളി നിർത്തി വീട്ടിലേക്ക് തിരിച്ചു വരും അല്ലേ? കൽഗയിലെങ്കിൽ കവിജാത്ത്, എന്ത് പറഞ്ഞിട്ട് തിരിച്ചു വരിക? കൽ എന്നുള്ളതിന് എന്താ അർത്ഥം? ആജ് എന്ന് വെച്ച് ഇന്ന്. കൽ എന്നുള്ളതിന് 2 മീനിങ് ഉണ്ട്. എന്താണ്? ഇന്നലെ, നാളെ എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ എന്താ അർത്ഥമായിരിക്കും പറയുന്നുണ്ടാവുക? നാളെ കളിക്കാം അല്ലേ? കുട്ടികൾ കുറേ നേരം കളിച്ചു കഴിഞ്ഞാൽ പറയൂലേ, ഇനി നമുക്ക് നാളെ കളിക്കാന്ന് പറയൂലേ?
കൽ ഖേലെങ്കി ക് ജാത്തെ, നാളെ കളിക്കാന്ന് പറഞ്ഞിട്ട് അവര് തിരിച്ചു പോരുകയാണ് വീട്ടിലേക്ക് അല്ലേ. ആരാണിത് എഴുതിയിട്ടുള്ളത്? രാകേഷ് ചന്ദ്ര എഴുതിയിട്ടുള്ള നല്ലൊരു കവിതയാണ്. കഹ്ന എന്ന് പറയണതിന് എന്താ പറയുക ഹിന്ദിയില്? കഹ് ജാത്തി എന്നാണ് പറയാ കേട്ടോ. ഉച്ചാരണത്തില് കുറച്ച് മാറ്റമുള്ളതാണ് ഇത്. കഹ്ന എന്നാണ് പറയാ. പിന്നെ അതുപോലെ രണ്ടാമത്തെ വരിയിൽ കാണുന്നത് എന്താണ്? മിത്രം. ത്ര എഴുതുന്നത് കണ്ടോ? ത്ര എഴുതുന്ന രീതി കണ്ടോ എങ്ങനെയാന്ന്? മറ്റേത് എന്താണ്? അക്ഷരങ്ങളുടെ വ്യഞ്ജനാക്ഷരങ്ങളുടെ സൈഡിലായിട്ട് എഴുതും അല്ലേ. ത്ര എഴുതുന്നത് ഇങ്ങനെയാണല്ലേ. പിന്നെ എന്താണ്? കബഡി. കബഡിയിൽ കണ്ടോ അടിയിൽ എന്താണ്? ഹൽച്ചിനാണ്. ഹൽച്ചിനം രണ്ടക്ഷരങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? ഹൽച്ചിന, ഹലാന്ത് എന്നൊക്കെ പറയും അല്ലെ. പിന്നെ ഗുട്ടെ എന്നുള്ളതിൽ കണ്ടില്ലേ അടിയിൽ കൂട്ടക്ഷരം അല്ലെ, രണ്ട് അക്ഷരങ്ങൾ താഴോട്ടാണ് എഴുതിയിട്ടുള്ളത്. അത് ഇതുപോലെ കബഡി എഴുതുന്ന പോലെ ഹൽച്ചിന് ഇട്ടിട്ട് എഴുതാനായിട്ട് പറ്റും. പിന്നെ ഹസ് കണ്ടോ? ഹസ്ന, ചന്ദ്രക്കരയും ബിന്ദി ഇട്ടിരിക്കണുണ്ടോ? ഇതിനെന്താ വായിക്കുക? അനുസ്വാരല്ല അല്ലെ, ചന്ദ്രക്കരയും ബിന്ദി, ചന്ദ്രബിന്ദു വന്നിട്ടുള്ളതാണ് ഹസ്ന. അതുപോലെ അന്തേര, അന്തേരാന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? അതിൽ അനുസ്വാരാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ദായുടെ മുകളിൽ വരയ്ക്കില്ല എന്ന് പറഞ്ഞു അല്ലേ. ഗഡിപ്പായിലാണ് വരയ്ക്കുക. എല്ലാ ഹിന്ദി അക്ഷരങ്ങളും പ്രത്യേകത എന്താണ്? പടിപ്പായി ഉണ്ടാവും. അക്ഷരങ്ങളുടെ മുകളിലുള്ള വരയുണ്ടാവും അല്ലേ. സൈഡിലുള്ള വരയ്ക്ക് എന്താ പറയാ? ഗഡിപ്പായി എന്നാണ് പറയാ. പിന്നെ എന്താണ്? മാത്രകൾ ഉണ്ടാവും. മാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിഹ്നങ്ങളെയാണ് എന്ത് പറയുന്നത്? മാത്രകൾ എന്ന് പറയുന്നത് അല്ലേ. ആരാ ഈ കവിത എഴുതിയിട്ടുള്ളത്? രാകേഷ് ചന്ദ്ര എഴുതിയിട്ടുള്ള നല്ലൊരു കവിതയാണ്.